ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിയുവിന്റെ മറ്റൊരു അടിപൊളി ടി വി ആണ്. അപ്പോൾ വിയുവിന്റെ ടി വിസ് നമ്മൾ ഒരുപാട് ചാനൽ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ടി വി ഉണ്ട്, സിനിമ ടി വി ഉണ്ട്, അതേപോലെ ഗ്ലോ ടി വി ഉണ്ട്. അങ്ങനെ ഒരുപാട് ടി വി നമ്മൾ ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ടി വി പുതിയതായി ലോഞ്ച് ചെയ്ത ഒരു ടി വിയാണ്. ഇത് മുംബൈയിലാണ് ലോഞ്ച് ചെയ്തത്. വിയുവിന്റെ വൈബ് ടി വി. ഈ ഡിവൈസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡ്സ് ഫസ്റ്റ് ടി വി വിത്ത് ഇന്റഗ്രേറ്റഡ് സൗണ്ട് ബാർ ഫോർ വോയിസ് ക്ലാരിറ്റി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പല ടി വികളിലും സൗണ്ട് ബാർ ഒക്കെ വന്നിട്ടുള്ളത്. ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പൊതുവേ സൗണ്ട് ബാർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീക്കർ സെറ്റപ്പ് കൊടുക്കുമ്പോൾ അതിന് മ്യൂസിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അപ്പോൾ നമ്മളൊരു ലാർജർ റൂമിലൊക്കെ ടി വി കാണുമ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ, സൗണ്ട് നല്ലതായിരിക്കും, മ്യൂസിക് നല്ലതായിരിക്കും, എന്നാൽ വോക്കൽസ്, അതായത് നമ്മൾ സിനിമയൊക്കെ കാണുമ്പോഴുള്ള സ്പീച്ച് വോക്കൽസിന് ക്ലാരിറ്റി കുറവായിരിക്കും. ഈ ഒരു സൗണ്ട് ബാർ 88 വാട്ട് സൗണ്ട് ബാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വോയിസ് ക്ലാരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ മൂവി കാണുമ്പോൾ ഒരിക്കലും സൗണ്ട് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് തോന്നിക്കത്തില്ല. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് ഈ വിയുവിന്റെ വൈബ് ടി വി. അതുകൊണ്ടാണ് വേൾഡ്സ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് സൗണ്ട് ബാർ ഫോർ വോയിസ് ക്ലാരിറ്റി. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ വിയുവിന്റെ വൈബ് ടി വിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ വിയുവിന്റെ വൈബ് ടി വി ലോഞ്ച് ചെയ്തത് മുംബൈയിലാണ്. നമ്മൾ ആ ഇവന്റ് ആക്ച്വലി കവർ ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ ഇവന്റ് ലോഞ്ച് ചെയ്തത് വിയുവിന്റെ സിഇഒ ദേവദാസ് ഷറഫാണ്. അപ്പോൾ അവർ പറയണ്ടായി വിയു എത്രത്തോളം ഇൻ ഹൗസ് എന്താ പറയുക R&D ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ടി വിന്റെ കാര്യത്തിൽ. അപ്പോൾ ഓരോ ടി വി ഇറക്കുമ്പോൾ ഒരു പുതിയ ഫീച്ചറോ അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആസ്പെക്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് വിയുവിന്. അപ്പോൾ ഇത്തവണ ഇറക്കിയതിൽ വോയിസ് ക്ലാരിറ്റിക്കുള്ള സൗണ്ട് ബാർ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വിയുവിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ISO 9000 സർട്ടിഫിക്കേഷനുള്ള കസ്റ്റമർ സപ്പോർട്ട് സെന്റർ ഉണ്ട്. അറൌണ്ട് 300 എഞ്ചിനീയേഴ്സും 19,000 പിൻകോഡ്സുമാണ് അവർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ വൈഡ് എക്സ്റ്റെൻസീവ്ലി ത്രൂ ഔട്ട് ഇന്ത്യ അവരുടെ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. ഇൻഫാക്ട് എൻ്റെ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്ന ടി വിയും വിയുവിന്റെ ടി വിയാണ്. 65 ഇഞ്ച് ടി വിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 4.5 വർഷമായി. ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ അത് ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ വിയു വൈബ് ടി വിക്ക് സൗണ്ട് ക്ലാരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടി വിന്റെ എന്താ പറയുക എക്സ്പീരിയൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടി വി ആക്ച്വലി മുംബൈയിലും ടെസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ കമ്പാരിസൺ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടായി, അത് നമ്മൾ പറയാം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഓഫീസിൽ വിയു വൈബ് ടി വി വന്നിട്ടുണ്ട്. ഇപ്പൊ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ടി വിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ടി വി ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. അപ്പൊ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡെസ്ക് സ്റ്റാൻഡ് 2 ഉണ്ട്. നല്ല ക്വാളിറ്റി ഡെസ്ക് സ്റ്റാൻഡാണ്. ഇത് വേണമെങ്കിൽ വാൾ മൗണ്ടും ചെയ്യാം. വാൾ മൗണ്ട് ചെയ്യാനുള്ള വാൾ മൗണ്ടും വാൾ ബ്രാക്കറ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ റിമോട്ട്, ബാറ്ററി, യൂസർ മാനുവൽ, ഇത്രയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ വാൾ മൗണ്ട് വേറെ മേടിക്കേണ്ട, നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ള ബ്രാക്കറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വേറൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. ഇതിന്റെ ഹാർഡ്വെയർ ആസ്പെക്ട് പറഞ്ഞാൽ വിവോ വൈബ് ടി വി വരുന്നത് QLED ഡിസ്പ്ലേ ആണ്. IPS പാനലാണ് വിത്ത് 400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അത് ഓൾമോസ്റ്റ് ഡബിൾ ആണ് നോർമൽ 4K QLED ടിവിന്റെ. അറൌണ്ട് 200-250 ഒക്കെയാണ് വരാറ്. ഇവിടെ നമുക്ക് 400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് ഒരു 2 GB ഓഫ് റാമോ 16 GB ഓഫ് ഇന്റേണൽ സ്റ്റോറേജും ഗൂഗിൾ TV OS ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 4 സൈസസിലാണ് അവൈലബിൾ ആവുന്നത്. 43 ഇഞ്ച്, 50 ഇഞ്ച്, 55 ഇഞ്ച്, 65 ഇഞ്ച്, അങ്ങനെ 4 സൈസസിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പം ഹാർഡ്വെയർ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ സെറ്റപ്പ് പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതൊരു ഗൂഗിൾ TV ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ഹോം ആപ്പ് എടുത്തിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതിനകത്തോട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കമെൻഡേഷൻസ് വരും. അതായത് നമ്മൾ ഏതൊക്കെ ആപ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഗൂഗിൾ TV ഹോമിൽ റെക്കമെൻഡേഷൻ വരും. ഫോർ എക്സാമ്പിൾ ആപ്സ് കണ്ടോ, ആപ്സ് എന്നുള്ള ടോപ്പ് സെല്ലിംഗ് മൂവീസ്, അതേപോലെ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് കാണാൻ സാധിക്കും. ബെസ്റ്റ് ഷോസ്, അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ TV OS വളരെ മിനിമലിസ്റ്റിക് എന്നാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. മുകളിൽ കണ്ടില്ലേ ഫോർ യു എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്റ്റഡ് ആയ ആപ്സ് കാണാം. പിന്നെ മൂവീസ്, TV ഷോർട്സ്, ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടായതുകൊണ്ട് തന്നെ ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് വേണ്ട ആപ്സ് കണ്ടില്ലേ, ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ആപ്സ് കാണാം. എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഓഡിയോ, അങ്ങനത്തെ എല്ലാ ടൂൾസ്, പ്രൊഡക്ടിവിറ്റി ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ലൈബ്രറി ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക്
നമുക്ക് ഇൻപുട്സ് കൊടുക്കാം. സ്ക്രീൻ സേവർ, പിക്ചർ ക്വാളിറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. പിക്ചർ മോഡ് ഉണ്ട്, ഡിഫറെൻറ്റ് മോഡ്സ് കണ്ടില്ലേ താഴെ കാണാം. സ്റ്റാൻഡേർഡ്, ഡൈനാമിക്, സിനിമ മോഡ്, എക്കോ മോഡ്, ജെന്റിൽ, വിവിഡ്, ക്രിക്കറ്റ് മോഡ് ഉണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ ക്രിക്കറ്റ് മോഡിലേക്ക് പോകാവുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സ്ക്രീൻ ബ്രൈറ്റ്നസ്, അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ കളർ, ടെമ്പറേച്ചർ, നോയ്സ് റിഡക്ഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന സൗണ്ട് എക്സ്പീരിയൻസ്, സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സൗണ്ട് മോഡ്, ഡിഫറെൻറ്റ് സൗണ്ട് മോഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ്, സിനിമ, മ്യൂസിക്, ക്രിക്കറ്റ്, പേഴ്സണൽ മോഡ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സിനിമ മോഡായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് വരിക. പിന്നെ ഡോൾബി ഓഡിയോ പ്രോസസ്സിംഗ് ഉണ്ട്. സൗണ്ട് ക്വാളിറ്റിയും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സൗണ്ട് ഉള്ളി മോഡും ഇൻക്ലൂഡഡ് ആണ്. അതായത് നമുക്ക് പാട്ട് മാത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മോഡുണ്ട്. പിക്ചർ ഉണ്ടാവില്ല, ഡിസ്പ്ലേ ടേൺ ഓഫ് ചെയ്യും. അപ്പോൾ അതും ആ ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസൈൻ ലാംഗ്വേജെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമുക്ക് വ്യൂവിന്റെ ബ്രാൻഡിങ് കാണാം. അതേപോലെ തന്നെ ആ സൗണ്ട് ബാർ താഴത്ത് നല്ല രീതിയിലാണ് പെർഫെക്റ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാൾ മൗണ്ട് ചെയ്യണമെങ്കിൽ വാൾ മൗണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഡെസ്ക് മൗണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. താഴത്ത് വ്യൂവിന്റെ ബ്രാൻഡിങ് ആ സൗണ്ട് ബാറിൽ നല്ല ഒരു ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മിനിമൽ ബെസൽസ് ആണ്. പിന്നെ ബാക്ക് പാനലാണ് മെറ്റൽ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആണ്. എന്നാൽ നല്ലൊരു റിച്ചർ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഒരു ഡ്രോയിങ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ടി വിയാണ് വ്യൂ ടി വി ഓഫർ ചെയ്തിരിക്കുന്നത്. വ്യൂവിന്റെ വൈബ് ടി വി ഓഫർ ചെയ്തിരിക്കുന്നത്. പോർട്സ് ആൻഡ് കണക്ടിവിറ്റി കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ 2 USB പോർട്ടാണ്, USB ടൈപ്പ് എ പോർട്ടാണ് വരുന്നത്. അതിന്റെ ഇടയിൽ 2 HDMI പോർട്ട് ഉണ്ട്. 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് തന്നെ SPDIF പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാ പോർട്സും ഇൻക്ലൂഡ് ആണ്. ഇനി HDMI പോർട്ട് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ വീണ്ടും 2 അഡീഷണൽ HDMI പോർട്ട് ഉണ്ട്. പിന്നെ AV ഇൻ പോർട്ടും ഉണ്ട്. അതിനൊപ്പം തന്നെ ആന്റിന പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാ പോർട്സ് ആൻഡ് കണക്ടിവിറ്റി ഓപ്ഷൻസും നമുക്ക് റെഗുലർലി കിട്ടുന്ന ടിവിയിൽ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ പിക്ചർ എക്സ്പീരിയൻസ് ആണ്. ഇത് ഒരു 4K QLED പാനലാണ്. അതും 400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ റിച്ച് ടോൺസ് ആണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. IPS പാനലാണ്. പല ഡിവൈസസും IPS പാനൽ തരാറില്ല. ഇതൊരു വളരെ നല്ല ക്വാളിറ്റി IPS പാനലാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പം മൂവീസ് ഒക്കെ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഒരുപാട് മൂവി മോഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൂവി മോഡ്സിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലേ. പിക്ചർ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമ, ഡൈനാമിക്, എക്കോ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് പിക്ചർ മോഡാണ് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാം. ജെന്റിൽ, എക്കോ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ പിക്ചർ ക്വാളിറ്റിയാണ്, അതിൽ ഒരു സംശയമില്ല. ഇപ്പൊ ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ അതിനും പ്രത്യേകമായ മോഡും ഇൻക്ലൂഡഡ് ആണ്. ഇനി വ്യൂവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയ വ്യൂവിന്റെ സൗണ്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് വേൾഡ്സ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് സൗണ്ട് ബാർ ഫോർ വോയിസ് ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള മ്യൂസിക്കിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാം കൊണ്ടും തന്നെ വോയിസ് ക്ലാരിറ്റിക്കാണ് ഈ 88 വാട്ട്സ് സൗണ്ട് ബാറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു കിടിലം സൗണ്ട് ക്ലാരിറ്റിയാണ്. എസ്പെഷ്യലി നമ്മൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുമ്പോണ്ടല്ലോ ആ ഒരു നമുക്ക് ഡയലോഗ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നല്ല ഒരു ടിവിന്ന് തന്നെ എക്സ്ട്രാ സൗണ്ട് ബാർ വെക്കാണ്ട് തന്നെ ഒരു നല്ല മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ഇന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റി ഒന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി വിയോ അവരുടെ ഡെമോ സോൺ ഉണ്ടായിരുന്നു നമ്മൾ മുംബൈയിൽ ലോഞ്ച് ചെയ്യില്ല. അവിടെ 4 TV വെച്ച് കമ്പാരിസൺ ചെയ്യണ്ടേ. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ ആയിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് സോണി ഉണ്ടായിരുന്നു, LG ഉണ്ടായിരുന്നു, സാംസങ്. അതായത് 3 ബ്രാൻഡ്സും വ്യൂവിന്റെ സൗണ്ട് എക്സ്പീരിയൻസും നമ്മളൊരു കമ്പാരിസൺ ആണ്. ആക്ച്വലി വളരെ സർപ്രൈസിങ് റിസൾട്ട് ആണ്. നമുക്ക് ആ റിസൾട്ട് ഒന്ന് ആദ്യം തന്നെ കാണാം, എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് പറയാം. View California, the television with voice clarity soundbar. It's okay, bro. Get your own view before the World Cup. View California. View California, the television with voice clarity soundbar. It's okay, bro. Get your own view before the World Cup. View California. View California, the television with voice clarity soundbar. It's okay, bro. Get your own view before the World Cup. View California. Players. View California, the television with voice clarity soundbar. It's okay, bro.
Get your own view before the World Cup. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യൂവിന്റെ സൗണ്ട് ബാർ എക്സ്പീരിയൻസ് എത്രത്തോളം മനോഹരമാണെന്നുള്ളത്. 88 വാട്ട് സൗണ്ട് ബാറിന് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് ഒരു തേർഡ് പാർട്ടി സ്പീക്കർ സിസ്റ്റമോ അല്ലെങ്കിൽ സൗണ്ട് ബാറോ വെക്കേണ്ട ആവശ്യമില്ല വ്യൂ വൈബ് TV വാങ്ങുമ്പോൾ. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. വേൾഡ്സ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് സൗണ്ട് ബാർ വിത്ത് വോയിസ് ക്ലാരിറ്റി എന്നാണ് വ്യൂ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതായിരുന്നു വ്യൂവിന്റെ വൈബ് ടിവിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സൗണ്ട് ക്ലാരിറ്റിയുടെ കാര്യത്തിൽ. 88 വാട്ട് സൗണ്ട് ബാറിന് എക്സലന്റ് ക്ലാരിറ്റി ആണെന്ന് പറയാം. പ്രത്യേകിച്ച് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ 4K പാനലാണ്, QLED പാനലാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഡിഫറെൻറ്റ് സിനിമ മോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ OS ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. 2GB റാമും ഉണ്ട്, അഡീഷണൽ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ 16GB സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും തന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് വ്യൂ വൈബ് TV ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രൈസസ് ആണെങ്കിൽ വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസസ് ആണ് വ്യൂ വൈബ് TV വരുന്നത്. 4 സൈസസിലാണ് അവൈലബിൾ ആകുന്നത്. 43 ഇഞ്ചിന് 30,999 രൂപ, 50 ഇഞ്ചിന് 35,999 രൂപ, 65 ഇഞ്ചിന് 41,999 രൂപ. അതേപ്പം തന്നെ 65 ഇഞ്ചും അവൈലബിൾ ആണ്, 58,999 രൂപ. ഈ 4 സൈസസിലാണ് അവൈലബിൾ ആകുന്നത്. പ്രൈസിങ്ങും വളരെ കോമ്പറ്റീറ്റീവ് ആയി എനിക്ക് തോന്നി. അതിനൊപ്പം തന്നെ പിക്ചർ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു TV ആണ് ഈ പ്രൈസ് കാറ്റഗറിയിൽ നിന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും വ്യൂ വൈബ് TVനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു വ്യൂ വൈബ് TVന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.